ഹായ്, എൻ്റെ പേര് മുഹമ്മദ് അസർ എന്നാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് കോഴിക്കോട് വടകരയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അനിയത്തി ഇതേപോലെ തന്നെ മെഡിസിന് ചെയ്താൽ കൊള്ളാമെന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പുറത്ത്. ഇപ്പോൾ 2-3 വർഷം നീറ്റെല്ലാം നോക്കിയിട്ട് നാട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന സമയത്താണ് ഉസ്ബെക്ക് എന്ന് പറയുന്നത് ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിലോട്ടേക്ക് വരുന്നതും പിന്നെ അതിനെ പറ്റിയിട്ട് റീസെർച്ച് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് മെഡിസിന് പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രീസാണെന്ന് അറിയുന്നതും. അങ്ങനെയാണ് നമ്മൾ കെയർ എന്ന് പറയുന്ന ഏജൻസിയുമായിട്ട് ടൈപ്പിൽ വരുന്നതും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയുന്നതും. അങ്ങനെ ലാസ്റ്റ് നോക്കുന്ന സമയത്ത് ഫീസും കാര്യങ്ങളെല്ലാം വളരെ അഫോർഡബിളുമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവർ ഒരുപാട് ബാച്ച് ഓൾറെഡി ഇങ്ങോട്ടേക്ക് താഷ്കന്തിലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം വൈനോട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്ന് ഓളിപ്പോൾ ഇവിടെ വന്ന് ഇപ്പം സെക്കൻഡ് ഇയർ കഴിയാനായി. അങ്ങനെ ഞാനിപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ കോളേജും ഹോസ്റ്റലും എല്ലാം നല്ല അടിപൊളി നല്ല സെറ്റപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇതേ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ നാട്ടിൽ തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനും എത്രയോ ഇരട്ടി ഫീസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവുമായിരുന്നു. അതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ഇവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യം കാര്യങ്ങളും അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേരൻസിനും പിന്നെ ഒരു സിബ്ലിംഗ് എന്നുള്ള രീതിയിൽ എനിക്ക് അത്ര ധൈര്യത്തിൽ തന്നെ വിടാൻ പറ്റിയത് ഇസ് ബിക്കോസ് ഇവിടുന്ന് ഇവർ കൊടുത്തിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പേരൻസ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരാണ്ട് തന്നെ 2 വർഷം ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വന്നത് ഇസ് ബിക്കോസ് ഇവിടുന്ന് എന്താ പറയുന്നത് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കരിയർ ഗൈഡിൻ്റെ കയ്യിലും അങ്ങനെയും ഇപ്പോൾ ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ നല്ല സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പിയാണ്. ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് ഇനിയിപ്പം അടുത്ത ഒരു വെക്കേഷൻ ഒന്നും കൂടി വരണം. ഇപ്പോൾ വന്നപാട് തന്നെ വല്ലാത്ത തണുപ്പായിരുന്നു. അങ്ങനെ തണുപ്പെല്ലാം കുറഞ്ഞിട്ടുള്ള സമയത്ത് ഒന്നും കൂടി വരണം ഇൻഷാ അല്ലാഹ്.